എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിഫ്റ്റി വന്നിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഹൈ അടിക്കത്തില്ല, ഇന്നലത്തെ ഈ ഹൈ അടിക്കാൻ ചാൻസ് കുറവ്. അത് അടിച്ചില്ല, പക്ഷേ ഓപ്പണിങ് ഫ്ലാറ്റ് അടിച്ച് പിന്നെ R1 റേഞ്ചിലോട്ട് വന്നിട്ട് പിന്നെ R1 റേഞ്ചിൽ നിന്ന് നല്ല രീതിയിൽ ഇറങ്ങിപ്പോയി. ഇവിടെ എൻട്രി എടുത്തവർക്ക് നല്ല സൂപ്പർ പ്രോഫിറ്റ് കിട്ടിയതിനെ എൻട്രി എടുത്തവർക്ക് ഓപ്ഷൻസിൽ ബൈ ചെയ്തവർക്ക് പുട്ട് ഓപ്ഷൻ. ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും ഓപ്പണിംഗ് ഒന്ന് ഡൗണിൽ പോയി നോക്കിയാൽ CPRൻ്റെ അപ്പർ ലെവല് കൃത്യം റെസിസ്റ്റൻസ് അവിടെ 2 പ്രാവശ്യം വന്നിട്ട് തിരിച്ചിറങ്ങിപ്പോയി. ഇത് കുറച്ച് വീക്ക്നെസ്സാണ് ഇത് കണ്ടില്ലേ, ഈ ഒരു ലെവല് നല്ലൊരു സപ്പോർട്ടായിട്ട് തോന്നുന്നു, നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ട് തോന്നുന്നു. സപ്പോർട്ടല്ല, റെസിസ്റ്റൻസ് ആയിട്ട് തോന്നുന്നുണ്ട്. നാളെ ചിലപ്പോൾ ഈ ഒരു ലെവലിൽ ചിലപ്പോൾ ജസ്റ്റ് വന്നൊന്ന് അടിക്കും, എന്നിട്ട് ഇറങ്ങാനാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ. ചാൻസ് കൂടുതൽ എന്തായാലും നോക്കുക. പിന്നെ ഇന്ന് നമുക്ക് നമ്മൾ ഇന്നത്തെ ട്രേഡിങ്ങിനുണ്ട് നമ്മൾ 17 ഷെയറായിരുന്നു എടുത്തിരുന്നത്. ഇതിൽ നമുക്ക് 9 ഷെയർ നല്ല രീതിയിൽ ചാൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്നലത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോത്തിലാൽ ഓസ്വാൾ ഈ ആവറേജ് വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ ചാൻസ് എടുക്കാം, ഈ ഹൈ പോകാതെ ഈ ആവറേജിന് മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ ചാൻസ് എടുക്കാമെന്ന് പറഞ്ഞു മോത്തിലാൽ ഓസ്വാൾ. ഇതിന് മുകളിൽ വന്നിട്ട് തിരിച്ച് നല്ല രീതിയിൽ ഇറങ്ങിപ്പോയി. ഒരു 4-5 ഷെയർ ഞാൻ കാണിക്കാം. മോത്തിലാൽ ഓസ്വാൾ ഓസ്വാളിൻ്റെ ഹൈ നോക്കിയാൽ ഓപ്പണിങ്ങിൽ ഇതുണ്ടല്ലേ 673 വരെ വന്നു. നമ്മൾ 668 റേഞ്ചിൽ ഈ റേഞ്ചിന് എടുത്താൽ നമുക്ക് 646 22 രൂപ പ്രോഫിറ്റ് തരുന്നുണ്ടല്ലോ. പെട്ടെന്ന് തന്നെ പോയിട്ട് ബുക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ 57 ഒരു 7 രൂപ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. ഒരു 12 മണിയൊക്കെ വെച്ചോണ്ടിരുന്നവർക്കാണെങ്കിൽ 22 രൂപ പ്രോഫിറ്റ്, നല്ല രീതിയിൽ പ്രോഫിറ്റ് കൊടുത്തിട്ടുണ്ട്. അടുത്തൊരു ഷെയർ പ്രീമിയർ എക്സ്പ്ലോസീവ് എന്ന് പറയുന്നത് ഈ ഷെയർ ഇവിടെ കണ്ടില്ല, ഇവിടെ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയി ഇറങ്ങി. നമ്മളിവിടെ ഒരു എൻട്രി എടുത്ത് 3045 എൻട്രി എടുത്ത് നമ്മളൊരു 3070 സ്റ്റോപ്പ് ലോസാണ്. വലിയ ഷെയർ അതിൻ്റെ അനുസരിച്ചാണ്. അപ്പം നമുക്ക് 3008 വരെ, അതായത് 3045 എന്ന് ഏകദേശം 30-35 രൂപയ്ക്ക് എടുത്ത് പ്രോഫിറ്റ് തന്നു. അതിനുശേഷം തിരിച്ച് കയറുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഹൈ അടിക്കുവാണെന്നൊന്ന് ഫസ്റ്റ് വെയിറ്റ് ചെയ്യണം. ഈ ഹൈ വന്നിട്ട് ജമ്പ് ചെയ്ത് അടിച്ച്, ഈ ഹൈ ജമ്പ് ചെയ്ത് അടിച്ചു, അടുത്തൊരു ഹൈ വന്നു. അടുത്ത ഹൈ വരുമ്പോൾ നമ്മൾ ഈ മുമ്പോട്ട് പോകുമ്പോൾ പൊക്കോട്ടെ, എവിടെ വേണമെങ്കിലും പൊക്കോട്ടെ. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ഈ ലെവൽ കട്ട് ചെയ്യുന്ന നോക്കണം. ഈ ലെവൽ വന്നില്ല, അപ്പം നമ്മൾ എന്ത് ചെയ്യണം, താഴെ ഈ ലെവൽ വീണ്ടും കട്ട് ചെയ്യുന്ന നോക്കണം. അപ്പം ഇവിടെ വന്ന് ജസ്റ്റ് കട്ട് ചെയ്തു, ഇവിടെ 46 കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇത് പെട്ടെന്ന് ടച്ച് ചെയ്ത് പോവുകയാണ്. പക്ഷേ ഇവിടെ എൻട്രി എടുത്താൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഈ ഹൈയുടെ മുകളിലാണ്. രണ്ടാമതൊരു ഷെയർ പോയി ഹൈ അടിച്ചിട്ട് തിരിച്ച് പഴയ ലെവലിൽ ഇറങ്ങിയാൽ നല്ല രീതിയിൽ ഇറങ്ങിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. ഇവിടെ ഒരു എൻട്രി എടുത്തവർക്ക് ഇത് ഇത്രയും കയറി വന്നെങ്കിലും ഹൈയുടെ മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇടുന്നവർക്ക് സ്റ്റോപ്പ് ലോസ് പോകുന്നില്ല. പക്ഷേങ്കിൽ നോർമൽ ഇവിടെ എൻട്രി എടുക്കാൻ ചാൻസ് കുറവാണ്. ഇവിടെ വരുമ്പോഴാണ് എൻട്രി വരേണ്ടത്. ഇവിടെ എൻട്രി എടുത്തവർക്ക് നോക്കി 3045 എന്ന് 2925, അതായത് 120 രൂപ പ്രോഫിറ്റ്, നല്ല സൂപ്പർ പ്രോഫിറ്റ് ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനടുത്ത ഷെയർ തിത്താഗ്ര എന്ന് പറയുന്നൊരു ഷെയർ. തിത്താഗ്ര ഓപ്പണിങ്ങിലായിരുന്നു നല്ല മൂവ്മെൻറ്റ്. പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ അടിച്ചു ഇറങ്ങി. നമ്മളിവിടെ 1355 എൻട്രി എടുത്താൽ നമുക്ക് 1310 വരെ, അതായത് 45 രൂപയ്ക്ക് എടുത്ത് പ്രോഫിറ്റ് അത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഡോണിയർ എന്ന് പറയുന്ന ഷെയർ, ഡോണിയർ ഓപ്പണിങ്ങിൽ നേരെ ഇവിടെ അടിച്ചു. ഇവിടുന്ന് നമ്മൾ എൻട്രി എടുത്താൽ നമുക്ക് പിന്നെ അത് 6 ഇഞ്ച് കയറിയിട്ടേ ഇല്ല. ഓക്കെ,
ഇവിടുന്ന് 130 നമുക്ക് 121 വരെ, അതായത് 9 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് അത് കാണിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വറോക്ക് എഞ്ചിനീയറിംഗ് അത് ഹെവി മൂവ്മെൻ്റ്, പക്ഷേ നമുക്ക് ലെവലിൽ നിന്ന് കറക്റ്റ് നല്ല ചാൻസുകൾ തരുന്നുണ്ട്. ഓപ്പണിങ്ങിൽ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ ഓപ്പണായി ഇറങ്ങി 624 നമ്മൾ എൻട്രി എടുത്താൽ നമുക്ക് 613, അതായത് 11 രൂപ പ്രോഫിറ്റ് ചെയ്തിട്ടുണ്ട്. തിരിച്ച് കയറിപ്പോയി, തിരിച്ച് വൺ സൈഡ് കയറ്റമാണ് കയറിയിട്ട് എൻ്റെ ഇവിടെ ഹൈ അടിച്ചിട്ട് തിരിച്ച് ഇവിടെ ഇറങ്ങുന്നുണ്ട്. ഇവിടെ ഇറങ്ങുമ്പോൾ നമ്മൾ എന്തോ ചെയ്യും, ഇവിടെ ഒരു എൻട്രി എടുത്താൽ 678, നമുക്ക് 667 10 രൂപ തരുന്നുണ്ട്. അതിനുശേഷം വീണ്ടും തിരിച്ച് പോയി ഹൈ അടിച്ചു, അടുത്ത ലെവൽ 4ാമത്തെ ലെവൽ R4 അടിച്ചു. ഇവിടെ നമ്മൾ വീണ്ടും എൻട്രി എടുക്കും. എൻട്രി എടുത്ത് 693 എന്നത് 653 വരെ വരുന്നുണ്ട്. അതായത് 40 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ്, നല്ല പ്രോഫിറ്റ് കൊടുക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ ഈ ഷെയർ നാളെ ഇന്നത്തെ ആവറേജ് റേഞ്ച് ചെയ്യുന്ന വറോക്ക് എഞ്ചിനീയറിംഗ് ഇന്നത്തെ ആവറേജ് 674 ഈ റേഞ്ചിന് മുകളിൽ പോയിട്ട് ഈ ലെവൽ ഇറങ്ങി വന്നാൽ നല്ല രീതിയിൽ ഇറങ്ങിപ്പോകാൻ ചാൻസ് കൂടുതലുള്ള. അപ്പോൾ ഈ ഷെയർ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. വറോക്ക് എഞ്ചിനീയറിംഗ് പിന്നെ നമുക്ക് ചാൻസ് വന്നത് ലിഖിത എന്ന് പറയുന്ന ഷെയർ. അത് ലിഖിത ചാൻസ് വന്ന് പിന്നെ തിരിച്ച് കയറി വന്നു. ഇത് കണ്ടില്ലേ, ഓപ്പണിങ്ങിൽ ഇത് സൂപ്പർ ഹൈഡിമങ്ങാണ് ഇവിടെ. ഓക്കെ, ഇവിടം വരെ വന്നിട്ടുണ്ട്. ഇവിടെ വരെ 455 വന്നിട്ട് 448 കട്ട് ചെയ്യുമ്പോൾ നമ്മൾ എൻട്രി എടുത്താൽ നമുക്ക് 421 വരെ, അതായത് 448 എന്ന 27 രൂപ പ്രോഫിറ്റ്. പിന്നെ അത് തിരിച്ചെൻ്റെ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ സപ്പോർട്ട് എടുത്തെടുത്തിരിക്കുമ്പോൾ നമുക്കിവിടെ ബൈ ചെയ്യാൻ പറ്റും. ഇത് ഇങ്ങനെ പല പ്രാവശ്യം സപ്പോർട്ട് എടുക്കുന്നത് നമുക്ക് ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ഇട്ടാൽ മതി. ഇവിടുന്ന് തിരിച്ച് വീണ്ടും കയറി ഈ ലെവൽ വരുന്നു. ഇവിടെ എൻട്രി എടുക്കുന്നതിന് വീണ്ടും പ്രോഫിറ്റ് ഇടും. 49 നമുക്ക് 39, വീണ്ടും 49 മുകളിൽ പോയി, വീണ്ടും 39, 2 പ്രാവശ്യം ഇവിടെ 10 രൂപ വെച്ച് വീണ്ടും തരുന്നു. നോക്കി ചെയ്യുന്നവർക്ക് നല്ല രീതിയിൽ ചാൻസ് കിട്ടും. ഗുഫിക് ബയോക്കത്ത് ഓപ്പണിങ്ങിൽ പ്രീവിയസ് ഡേ അടിച്ചു ഇറങ്ങി. ഇവിടെ 377 എടുത്താൽ 365, 12 രൂപ. വീണ്ടും തിരിച്ച് ഹൈ അടിച്ചു. രണ്ടാം ഹൈ അടിച്ചിട്ട് തിരിച്ച് പഴയ ലെവൽ ഇറങ്ങുമ്പോൾ നമ്മളത് വേണ്ടി പിന്നെ ഈ ഹൈ അടിക്കാൻ ചാൻസ് കുറവ്. ഇവിടെ നമ്മൾ വീണ്ടും ഇവിടെ എൻട്രി എടുത്ത് 370 എൻട്രി എടുത്താൽ ലാസ്റ്റിലത് 365, വീണ്ടും 12 രൂപ കൊടുക്കുന്നുണ്ട്. അപ്പോൾ സെയിം ഇതുപോലെ തന്നെ വേറെ ഷെയറുകളും ഉണ്ടായിരുന്നു. നമുക്കിനി നാളത്തെ ഷെയറുകൾ നോക്കാം. നാളെ നമ്മൾ എടുത്തേക്കുന്ന ഇത്രയും ഷെയറുകളാണ്, 17 ഷെയർ എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഏറ്റവും നല്ലൊരു ചാൻസ് തരാൻ സാധ്യതയുള്ള ഒരു ഷെയർ എന്ന് പറയുന്നത് ഒന്ന് വറോക്ക് എഞ്ചിനീയറിംഗ് ആണ്. പിന്നെ കെയ്ൻസിൻ്റെ ശ്രദ്ധിച്ചാൽ നല്ലൊരു ഹൈ പോയി അടിച്ചു, 3775 അടിച്ചു. അതിനുശേഷം ആവറേജ് വന്ന് ക്ലോസിംഗ് ആണ്. ആവറേജ് ക്ലോസിങ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് ഇപ്പോൾ നമുക്കൊരു ലെവലൊന്നും ഇല്ല. പക്ഷേ എങ്കിൽ ഇതൊരു തിരിച്ച് ഈ ലെവലിൽ ഈ 3775 ചിലപ്പോൾ നാളെ പോകാൻ ചാൻസ് ഉണ്ട്, ഹെവി മൂവ്മെൻ്റ് ആയതുകൊണ്ട്. അപ്പോൾ അങ്ങനെ വന്നിട്ട് ആ ലെവൽ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചാൻസ് എടുക്കാം. പക്ഷേ ചെറിയ ക്വാണ്ടിറ്റി എടുക്കാം. അപ്പോൾ നോർമൽ ഫസ്റ്റ് നമ്മൾ ചോയ്സ് ഈ ഷെയർ ആയിരിക്കത്തില്ല, നമ്മൾ വേറെ ഷെയർ ഒന്ന് വറോക്ക് എഞ്ചിനീയറിംഗ് നോക്കുക, അതുപോലെ ഓയിൽ ഇന്ത്യ നോക്കുക. ഓയിൽ ഇന്ത്യ ഈ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ, അതല്ല ഈ R1 വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ ഏറ്റവും നല്ല. അതാകുമ്പോൾ ഒരു 5% ആകും. ഓപ്പണിങ് കിട്ടണം. ഓപ്പണിങ് ഒരു 5 മിനിറ്റിനുള്ളിൽ ഈ R1 മുകളിൽ പോയിട്ട് ഇറങ്ങിയാൽ നല്ല രീതിയിൽ ഇറങ്ങി വരാൻ ചാൻസ് കൂടുതലാണ്. പിന്നീട് നാറ്റ്കോ ഫാർമ നോക്കുക. ഈ R1 റേഞ്ചിൽ നിന്ന് തിരിച്ചിറങ്ങുന്ന കണ്ടാൽ നമുക്ക് നല്ലൊരു ചാൻസ് ആയിരിക്കും. ഈ R1 റേഞ്ച് ശ്രദ്ധിച്ചോണം. അതിനുശേഷം കെയ്ൻസ്, ഇർക്കോൺ ഈ നിപ്പ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് 1-2 ദിവസത്തിനുള്ളിൽ ഇത് 300 റേഞ്ചിൽ പോകും. നാളെ ഒരു ഹെവി മൂവ്മെൻറ്റ് കിട്ടിയാൽ R3 പോകും. R3 അവിടെ ആകുമ്പോൾ 300 ആവും. R3 പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് ആയിരിക്കും ഇർക്കോണിനകത്ത്. ത്രിവേണിയും അതുപോലെ തന്നെ നല്ലൊരു മൂവ്മെൻറ്റ് നാളെയും തരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലെവലിൽ വരുവാണെങ്കിൽ എൻട്രി എടുക്കാം. ഇപ്പോൾ 385 പോയിട്ട് 381, 80 കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എൻട്രി എടുത്താൽ ചിലപ്പോൾ 4-5 രൂപ ഈസിയായിട്ട് കിട്ടും. ഇതിനകത്ത് ഏറ്റവും നല്ല ചാൻസ് 400 മുകളിൽ പോയിട്ട് 395 കട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ ഇറങ്ങിപ്പോരും ഈ ഷെയർ.
ത്രിവേണി. അതുപോലെ HFCL ശ്രദ്ധിക്കുക. HFCL ഈ ഏതെങ്കിലും ലെവലിൽ നിന്ന് തിരിയുന്നേണ്ട നല്ല ചാൻസ് ആയിരിക്കും. ഈ 115.58 തിരിയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതല്ല ഇവിടെ കിട്ടിയാലും നമുക്ക് നല്ല ചാൻസ് കിട്ടും. നമുക്ക് 2-3% പ്രോഫിറ്റ് ഈസി ആയിട്ട് കിട്ടും. NBCC നോക്കുക. NBCC R3 പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസാണ്. അതല്ലെങ്കിൽ 166 പോയിട്ട് ഇറങ്ങുവാണെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ഏത് ലെവലിൽ നിന്ന് ഇറങ്ങുവാണെങ്കിലും പ്രോഫിറ്റ് കിട്ടും. പക്ഷേ എങ്കിൽ കുഴപ്പമെന്ന് പറഞ്ഞാൽ ചിലതിനകത്ത് ചെറിയ പ്രോഫിറ്റേ കിട്ടത്തുള്ളൂ. അതാണ് ഈ അടുത്തുള്ള ലെവലിൽ നിന്ന് 161 എന്ന് പറയുമ്പോൾ ഇത് ഏകദേശം 3% ഉള്ളൂ. അപ്പോൾ ഈ ലെവലിൽ പോയാൽ ചിലപ്പം ഇവിടുന്ന് ഒരു 157 വന്നിട്ട് തിരിച്ചങ്ങ് കയറും. അങ്ങനെ കയറുമ്പോൾ നമ്മളത് ശ്രദ്ധിച്ചിരിക്കണം. അതുപോലെ മാക്സ് എസ്റ്റേറ്റ് ശ്രദ്ധിക്കുക. ഈ 4R1 റേഞ്ചിൽ നിന്ന് നമുക്ക് ചാൻസ് കിട്ടുവാണെങ്കിൽ നല്ലൊരു ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ അഡോർ ബിൽഡിങ് 1506 ഈ R1 പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് ആയിരിക്കും. അതല്ലെങ്കിൽ മൂവ്മെൻറ്റിൻ്റെ അനുസരിച്ച് പ്രീവിയസ് ഡേ ഹൈയുടെ താഴെയാണെങ്കിൽ ചെറിയ ക്വാണ്ടിറ്റിയിൽ ട്രേഡ് എടുക്കുക. അതുപോലെ IMFA R1 റേഞ്ചിൽ കിട്ടിയാൽ നല്ല ചാൻസ് ആയിരിക്കും. SCPL നോക്കുക. ഇത് ഈ പ്രീവിയസ് ഡേ ഹൈ അടിച്ചിട്ട് ഇറങ്ങുന്നുണ്ട്. ചാൻസ് എന്ന് പറഞ്ഞാൽ അതൊരു 5% അടുത്താവുന്നുണ്ട്. 4-5% അവിടെ അടിച്ചിറങ്ങുവാണെങ്കിൽ ചാൻസ് എടുക്കുക. അതല്ല പിന്നെ നോർമൽ നമ്മൾ ചെയ്യുന്ന രീതിയിൽ തന്നെ നോക്കുക. ഏത് ലെവലിൽ നിന്നാണോ ഫസ്റ്റ് ഇറങ്ങുന്നത് അവിടെ നമ്മൾ എൻട്രി എടുക്കുക. എപ്പോഴും 5% മുകളിലുള്ളൊരു ലെവലിൽ നിന്നാണ് ഇറങ്ങുന്നതെങ്കിൽ നമുക്ക് നല്ല പ്രോഫിറ്റ് കിട്ടാൻ ചാൻസ് കൂടുതൽ. 2-3% ആണ് ലെവലിൽ പോയിട്ടാണ് ഇറങ്ങുന്നതെങ്കിൽ നമുക്ക് അതിൽ ചാൻസ് പ്രോഫിറ്റ് കിട്ടും. പക്ഷേ നമ്മൾ പെട്ടെന്ന് ബുക്ക് ചെയ്ത് മാറുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ഈ 2 ഷെയർ 20% ആണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ ജയ്കോർപ്പ് ഈസി ആയിട്ട് എനിക്ക് തോന്നുന്നു R1 റേഞ്ചിൽ മുകളിൽ പോയിട്ട് ഇറങ്ങുകയാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. അതുപോലെ രാജശ്രീ ഷുഗർ എന്ന് പറയുന്നതും 74 ഈ 82 മുകളിൽ പോയിട്ട് ഇറങ്ങുകയാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഷെയറുകൾ ശ്രദ്ധിക്കുക. ഇതിനകത്തെല്ലാം ഓൾമോസ്റ്റ് എല്ലാത്തിനകത്തും നല്ല വോളിയുള്ളൂ. അപ്പോൾ നാളെ നല്ല വോളിയത്തിൽ വരുന്ന ഷെയർ ആയിരിക്കും മിക്കവാറുള്ള ഷെയറുകളെല്ലാം. സൂക്ഷിച്ച് ചെയ്യുക. പറഞ്ഞ ഷെയറുകൾ ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞ ലെവലുകൾ ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവർക്കും നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.